വൈൽഡ് കാർഡ്സ് ആയിട്ട് കയറി ചെന്നിട്ട് ഗെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയി, വീട്ടുകാരെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി പോയി ചെന്ന് വീട്ടിലുള്ള ഹൗസിൽ, അതായത് ബിഗ് ബോസ് ഹൗസിനകത്തുള്ള എല്ലാവരുടെയും കഥകളെല്ലാം പഠിച്ചുകൊണ്ട് വന്ന് പുറത്തെ കാര്യങ്ങൾ അകത്തെടുത്ത് ഛർദ്ദിച്ച് അപ്പാന് പോയപ്പോഴത്തേക്കും, അപ്പാന് ഇരിക്കായി പോയപ്പോഴത്തേക്കും മറ്റേ കൈകുട്ടി ചിരിച്ച ആളാണ്. ഇനിയിപ്പോൾ എന്തായാലും തിങ്കളാഴ്ച എയർപോർട്ടിൽ വരും. അപ്പാനി സത്യം പറഞ്ഞ അപ്പാനി സത്യം പറയണം, ബ്രോ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചോളൂ. കാരണം ആ സാധനം, വൃത്തികെട്ട സാധനം അപ്പാനിയെ തല്ലിച്ചിട്ടാണെങ്കിലും പുറത്തേക്ക് ഇറക്കി വിടും ഞാൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച അപ്പാനി എവിക്റ്റ് ആയപ്പോഴത്തേക്കും കിടന്ന് കൈകുട്ടി തിരിച്ച ആസ്വദിച്ച ആ സാധനം തിങ്കളാഴ്ച എയർപോർട്ടിലേക്ക് എത്തുന്നുണ്ട്. മസ്താനി, ചന്ത മസ്താനി എവിക്റ്റ് കൺഫേം ആണ്. നാളത്തെ എപ്പിസോഡിൽ പുറത്തും പ്രവീണും കൂടെ പുറത്ത് പോയിട്ടുണ്ടെന്നാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. ഇനി കണക്കായി പോയി പുറത്ത് പോകണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇമാതിരി കൂതറ പരിപാടിയായിട്ടൊക്കെ വരുന്ന ആൾക്കാരെയൊക്കെ എന്നേ പുറത്താക്കേണ്ടതാണ്. അടുത്തത് വേസ്റ്റ് ലക്ഷ്മിയാണ്. അടുത്ത ആഴ്ച വേസ്റ്റ് ലക്ഷ്മി എന്തായാലും പുറത്ത് പോകുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഊഴകൾ നടത്തി തീർത്തത് എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് ലാലേട്ടൻ കുറച്ച് ഫൂട്ടേജ് കളിക്കേണ്ടായി. ഈ ഫൂട്ടേജിനകത്ത് വേസ്റ്റ് ലക്ഷ്മി നടത്തുന്ന ഒരു നാടകം നമ്മൾ കണ്ടിട്ടുണ്ട്. നാടകം റിപ്പീറ്റ് ആയിട്ട് ഞാൻ പറയുകയാണ്, നാടകം. ഒണിയനോട് പോയിട്ട് മാപ്പ് പറയുക. ഈ മാപ്പൊക്കെ പറയുമ്പോഴത്തേക്ക് ഒണി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. മാപ്പ് അക്സെപ്റ്റ് ചെയ്യരുത്. ഇവളുടെ മാപ്പ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒണിയിലെ വരെ പോകുള്ളൂ. ഉണ്ണി കൃത്യമായിട്ട് പറയുന്നുണ്ട്, 42 വർഷമായിട്ട് ആരെയും ഒരു സ്ത്രീയെക്കുറിച്ചും ഒരു മോശപ്പെട്ട കാര്യങ്ങൾ എവിടെയും കേൾപ്പിക്കാത്ത ഉണ്ണിയാണ്. ആ ഉണ്ണിയെ പറ്റിയാണ് ഈ അലവലാതി. കണ്ടിട്ടില്ലാത്തൊരു കാര്യം അത് അക്ബർ ഇന്ന് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, കണ്ടിട്ടില്ലല്ലോ. ഇവളെപ്പോഴും ഈ വേദലക്ഷ്മി എന്ന് പറയുന്ന അലവലാതി ഉണ്ടല്ലോ, അവളെപ്പോഴും പറയുന്ന സാധനമാണ്. പിന്നെ നമ്മുടെ ആദ്യം ഇഷ്യൂ വന്നപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അതിലേക്ക് വരാവേ. ആ ഇഷ്യൂ ഉണ്ടായ സമയത്തും ഇവള് കിടന്ന് കൊണവണ വെക്കുന്നുണ്ട്, ഇത് എന്റെ മക്കൾ കാണുന്ന ഷോയാണ്, ഫാമിലി കാണുന്ന ഷോയാണ്, കുടുംബം കാണുന്ന ഷോയാണ്, അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എടി നീ പറഞ്ഞ പ്രസ്താവന ഉണ്ടല്ലോ മോനെ, ഏത് ഒണിയിൽ കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ബാറ്റ് ടച്ച് ആയി പോയെന്ന് പറഞ്ഞ ആ പ്രസ്താവന ഉണ്ടല്ലോ, അത് നിന്റെ മക്കൾ കാണൂലേ? അപ്പൊ എന്ത് മെസ്സേജ് നീ നിന്റെ മക്കൾ കൊടുക്കുന്ന മെസ്സേജ് എന്താ? നീ സമൂഹത്തിന് മെസ്സേജ് കൊടുക്കുന്നത്? ഈ ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും റോങ് മെസ്സേജ് കൊടുത്ത 3 എണ്ണമാണ് അനുമോള്, മസ്താനി, ലക്ഷ്മി. ഈ 3 അലവലാദികൾ സമൂഹത്തിൽ ഏറ്റവും മോശം മെസ്സേജ് കൊടുത്തിട്ടുള്ള ആൾക്കാരാണ്, ഏറ്റവും വൃത്തികെട്ട ആക്ട് അവിടെ ചെയ്ത് കാണിച്ചിട്ടുള്ള ആൾക്കാരാണ്, ഏറ്റവും മോശം പരാമർശങ്ങളെ വിളിച്ചു കൂട്ടിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നിന്നെക്കാൾ ഭേദമാണ് ആ ഹൗസിനകത്തുള്ള എല്ലാവരും. വേദലക്ഷ്മിയോട് ഞാൻ പറയുന്നത്, നിന്നെക്കാൾ എന്തുകൊണ്ടും ഭേദമാണ്. നീ പോയിട്ട് ഒണിയിലോട് മാപ്പി ചോദിക്കുന്നു, അക്ബറിന്റെ അടുത്ത് പോയി എക്സ്പ്ലനേഷൻ ചെയ്യുന്നു, ലൈവിൽ ഷാനവാസിന്റെ അടുത്തും എല്ലായിടത്തും പോയി കുറെ കഥ പറയുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് മസ്താനിയായിട്ട് വന്നിരുന്നിട്ട് എനിക്ക് തെറ്റുപറ്റി മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ഗെയിം ആണല്ലോ, അതെന്തായാലും മോനെ ആയിട്ട്. അപ്പൊ നിന്നെ മാപ്പിനെ നമ്പണോ? നിന്നെ നമ്പാൻ കൊള്ളൂല, നിന്നെ നമ്പാനേ കൊള്ളൂല. നീ എന്താ നീ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നിന്നെ അക്സെപ്റ്റ് ചെയ്യാനേ കൊള്ളൂല. ഞാൻ പറയുന്നത് ഈ ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും ഇവിടെ വന്നല്ലോ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നുള്ളത്. ഇവിടെ എനിക്ക് ലക്ഷ്മിനെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരു കഥാപാത്രം. ഞാൻ കൊടുത്ത, അതായത് അവിടെ ഞാൻ അറേഞ്ച് ചെയ്തിരുന്ന സ്ഥലത്താണ് ആ ഒരു ദിവസം ഉണ്ടായിരുന്നത്. ഐ മീൻ സ്റ്റേ ചെയ്തതുപോലെ അവിടെയാണ്. ആ പിള്ളേർ എന്റെ വീട്ടിൽ, കാരണം ഞാൻ എന്റെ വീട്ടിലെല്ലാം കാര്യം നടത്തിയത്. അപ്പം ഞാൻ ക്ഷണിച്ച അതിഥികളാണ് അവർ. അതെനിക്ക് ക്ഷണിക്കാൻ സാധിക്കുന്നുണ്ട്. ലാലേട്ടൻ, സാക്ഷാൽ ലാലേട്ടൻ എന്ന് പറഞ്ഞു, ആ പിള്ളേർ എന്റെ വീട്ടിലേക്ക് ഞാൻ ക്ഷണിക്കും. അപ്പൊ ഇനി എന്താണ് ലക്ഷ്മി നിനക്ക് കിട്ടേണ്ടത്? നിനക്ക് വാ നിറച്ച് കിട്ടിയില്ലേ? വയറ് നിറച്ച് നിനക്ക് കിട്ടിയില്ലേ? ഇനി നിന്റെ വാ തുറക്കൂല. തിന്നിട്ടില്ലേ? ഇനി ആദില നൂറ. സത്യം പറഞ്ഞാൽ ഹൗസിലുള്ള പല ആൾക്കാർക്കും ഈ കാര്യം മനസ്സിലായില്ല. ഇന്ന് ലാലേട്ടൻ ഫുട്ടേജ് കാണിച്ച സമയത്താണ് പല ആൾക്കാർ ഇത് കാണുന്ന പോലും. ഒണിയിൽ അത് പറയുന്നുണ്ട്, അഭിശ്രീ അത് പറയുന്നുണ്ട്, പല ആൾക്കാരും പറയുന്നുണ്ട്. കാരണം അവർ കണ്ടിട്ടില്ല. അക്ബർ ആയിക്കോട്ടെ, അക്ബറിന് മനസ്സിലായതോ ഇനി ലക്ഷ്മി അക്ബറിന്റെ ഉമ്മയുടെ കാര്യം എടുത്തിരുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നത്, നിങ്ങൾ അത് കണ്ടോ? ഇവള് കാണാത്ത കാര്യത്തെ പറ്റിയാണെങ്കിൽ ഇവള് കടന്ന് ഡയലോഗ് പഠിക്കാനായിട്ട് ലക്ഷ്മിക്ക് ഒരു മടുപ്പില്ല. ഓണിയൽ വിഷയം, മസ്താനി വിഷയം ഇവള് കണ്ടോ? ഇല്ലല്ലോ. ഇവള് ചുമ്മാ കിടന്ന് വായിട്ടിലൊക്കെയല്ലേ. അതായത് ഇവളുടെ പ്രശ്നം അറിയാമോ? ഇവക്ക് സത്യം പറഞ്ഞാൽ അവരെ 2 ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ മാത്രം എനിക്ക് തോന്നുന്നില്ല. അതായത് എനിക്ക് ആ വിഷയമാണ് സംസാരിക്കേണ്ടത്. ഇവളതല്ല, ഇവളൊരു പുരുഷ വിരോധിയാണ്.